ഓരോ നാടിനും സ്വന്തം എന്ന് പറയാൻ ഒരു റെസിപ്പി ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പാലക്കാടിൻ്റെ സ്വന്തം ഉണക്കച്ചെമ്മീൻ കുമ്പളങ്ങിയിട്ട് വെച്ച കറി. അതിനായി ആദ്യം നമുക്ക് വേണ്ടത് ഉണക്കച്ചെമ്മീനാണ്. ഈ ഉണക്കച്ചെമ്മീൻ നമ്മൾ റോസ്റ്റ് ചെയ്ത ശേഷമാണ് ഇത് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് റോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചട്ടി നന്നായി ചൂടായ ശേഷം നമ്മൾ ഈ ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് കൈവിടാതെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇളക്കി റോസ്റ്റ് ആക്കി കൊടുക്കണം. കാരണം ഇത് അടി കരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് അത്യാവശ്യത്തിന് നല്ല രീതിയിലൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇത് നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി എടുക്കണം. അതിനായി ഇതിൻ്റെ തലയും വാലും എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതിൻ്റെ രണ്ട് സൈഡും, ആ ഉണക്ക ചെമ്മീനിൻ്റെ രണ്ട് സൈഡും നല്ല രീതിയിലൊന്ന് പൊട്ടിച്ചെടുത്ത ശേഷം അതിൻ്റെ നടുഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഓരോന്നും നമുക്കിതിൻ്റെ തലയും വാലും നമുക്ക് കളഞ്ഞ് അതിൻ്റെ നടുഭാഗം മാത്രം എടുത്തിട്ടുള്ള ചെമ്മീനാണ് ഇവിടെ ഉള്ളത്. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെക്കണം. നമ്മൾ ഈ കറി എടുക്കുന്നത് മൺചട്ടിയിലാണ്. കാരണം പണ്ടത്തെ കറികൾക്ക് മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദുണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൺചട്ടി എടുത്തിട്ടുള്ളത്. മൺചട്ടി നന്നായി ചൂടായ ശേഷം നമ്മളിതിലോട്ട് കുമ്പളങ്ങിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുമ്പളങ്ങിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുമ്പളങ്ങി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് തക്കാളിയാണ്. തക്കാളി നമ്മുടെ പുളിയുടെ ആവശ്യത്തിന്, പുളിപ്പിന് അനുസരിച്ചുള്ള തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. വേറെ പുളിയൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. ശേഷം നമ്മളിതിലോട്ട് ചേർക്കുന്നത് ഒരല്പം മല്ലിപ്പൊടിയാണ്. ഇതിൽ മല്ലിപ്പൊടിയുടെ അളവ് വളരെ കുറച്ച് മാത്രം മതിയാവും. പിന്നെ വേണ്ടതാണ് മുളക് പൊടി. അത് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെയുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരല്പം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് നമ്മുടെ ഉപ്പാണ് നമുക്ക് നമ്മുടെ കറിയുടെ സ്വാദ് കൂട്ടുന്നത് അല്ലേ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് നമ്മൾ ഈ ഒരു നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ല രീതിയിലൊന്ന് മിക്സായ ശേഷം നമ്മളിതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം മതിയാവും. കാരണം കുമ്പളങ്ങിയിൽ നിന്ന് നമുക്ക് വെള്ളം ഇറങ്ങി വരും. പിന്നെ നമ്മൾ തേങ്ങ അരപ്പൊക്കെ ചേർക്കുമ്പോൾ അതിലും കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് വെള്ളം നമുക്ക് മതിയാവും. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഈ മിക്സ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായി നമ്മൾ ആദ്യം കുറച്ച് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് നല്ല ജീരകം, ചെറിയ ജീരകം, ഒപ്പം തന്നെ ഒരു 5-6 അല്ലി ചെറിയുള്ളിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഫൈൻ പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചൊരല്പം വെള്ളം കൂടി വറ്റാനുണ്ട്. ഇപ്പോൾ അതേ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുത്ത ശേഷം നമ്മളിതിലോട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റോളം കൂടി നമുക്കത് വേവിച്ചെടുക്കാം. നമ്മുടെ ഉണക്കച്ചെമ്മീനും കുമ്പളങ്ങയൊക്കെ നല്ല രീതിയിലൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലോട്ട് അരപ്പ് ചേർക്കുന്നത്. ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടുള്ള, തേങ്ങയും കൂടെ ചേർത്തിട്ടുള്ള അരപ്പും കൂടെ നമ്മളിതിലോട്ട് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിന് നമ്മളൊരു തിക്ക് ഗ്രേവി അല്ല, എന്നാൽ നല്ലൊരു കറിയും അല്ല, ആ രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് അത് നല്ല രീതിയിലൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറിയൊക്കെ അതേ നല്ല രീതിയിലൊന്ന് തിളച്ച് നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിന് വേണ്ട താളിപ്പാണ് തയ്യാറാക്കാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി ഇതിന് വേണ്ട താളിപ്പാണ് നമുക്ക് തയ്യാറാക്കാനായിട്ടുള്ളത്. താളിപ്പിനായി ആദ്യം തന്നെ ഒരു ചട്ടി നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് ഒരല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ കുറച്ച് വെളിച്ചെണ്ണ മതിയാവും. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരല്പം കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലോട്ട് ചേർക്കുന്നത് ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി അതും കൂടെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സായ ശേഷം നമ്മളൊപ്പം ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില കൂടിയാണ്. അപ്പോൾ കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഒന്നത് മൂപ്പിച്ചെടുക്കാം. ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മളിതിലോട്ട് ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ കടുകും ആ ഒരു ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിനി നമ്മുടെ കറിയിലോട്ടത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയിലോട്ട് നമ്മൾ നമ്മുടെ മൂപ്പിച്ച് നമ്മുടെ താളിച്ചിട്ടുള്ള നമ്മുടെ ഈ ചെറിയുള്ളിയുടെ മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. പണ്ടത്തെ പാലക്കാടിൻ്റെ സ്വന്തം ഉണക്കച്ചെമ്മീൻ കുമ്പളങ്ങിട്ട് വെച്ച കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.